ഹലോ ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ അത് തന്നെ പറയട്ടെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നമ്മൾ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സും, ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, സ്വിംഗ് ട്രേഡേഴ്സ് ആയാലും ശരി, അവർ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. നിഫ്റ്റിയുടെ കറക്റ്റ് കാര്യങ്ങളും ആൻഡ് കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്കുകളും ഞാൻ നല്ല രീതിയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെ കാര്യം ആദ്യമേ പറഞ്ഞ ശേഷം കുറച്ച് സ്റ്റോക്സിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ പലരും ലോസിലാണ്. അപ്പോൾ ഈ വീക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വീക്ക് ആയിട്ട് മാർക്കറ്റ് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രേഡ് എടുത്ത പലരും ലോസിലാണെന്ന് നമുക്കറിയാം. ആൻഡ് നിങ്ങളെല്ലാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം റൂൾസ് പ്രകാരം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ലോസിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ പുതിയ എൻട്രീസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ടു ദ റൂൾസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച ശേഷവും ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന് കൂടുതൽ ലോസ് വരുത്തി വയ്ക്കാതിരിക്കുക. അതേ ഉള്ളൂ നമുക്ക് ഇപ്പം ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണിത്. 1, 2, 3 മോസ്റ്റ്ലി 6-7 ദിവസങ്ങൾ കണ്ടിന്യൂസ്ലി എന്താണ് റെഡ് കാൻഡിൽസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, വീക്ക്ലിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വീക്ക്ലിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര വീക്കായിട്ട് ഈ ഒരു ഏരിയയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു 6 വീക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ സൈഡ് ട്രെൻഡ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു 24,300 എന്നുള്ള റേഞ്ചിൽ ചെറിയ രീതിയിൽ സപ്പോർട്ട് എടുത്തു. ആൻഡ് ശേഷം മാർക്കറ്റ് ചെറിയ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. ആൻഡ് എന്ത് സംഭവിച്ചു, അപ്സൈഡ് മൊമെൻറ്റം തന്ന ശേഷം സെക്കൻഡ് വീക്ക് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡായി. അപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ സെൻറ്റിമെൻ്റലി ഡൗൺ സൈഡാണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ക്രൂഷ്യൽ ഏരിയാസാണ് ഇനിയുള്ളത്. ഒന്ന് 24,300 എന്നുള്ള റേഞ്ചാണ്. ഒരിക്കൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ സെല്ലിങ്ങിന് ശേഷം. ആൻഡ് ആ ഏരിയ ക്രൂഷ്യലാണെന്ന് നമുക്ക് ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നോളജുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. ആൻഡ് അടുത്ത ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത സോൺ എന്ന് പറഞ്ഞാൽ 23,800 എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ ആ ഏരിയയിലോട്ട് വരാനുള്ള സാധ്യത, മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത റിയലിസ്റ്റിക്കലി ചിന്തിച്ചാലുണ്ട്. സോ അപ്പോൾ ഈ വീക്കും നെക്സ്റ്റ് വീക്കും എല്ലാം മാർക്കറ്റിൽ ക്രൂഷ്യലായിട്ട് നമ്മൾ കറക്റ്റ് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ റൂൾസ് പ്രകാരം ട്രേഡ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് സ്വിംഗ് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം പേര് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്ത ശേഷം വന്ന് വീഡിയോ കണ്ടിന്യൂസ്ലി കാണാൻ ശ്രമിക്കുക. ഓക്കെ, മറക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ വ്യൂ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ വ്യൂ എന്ന് പറയുന്നത്, ഞാൻ റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു സാധ്യത 23,800 എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, ആ ഏരിയയിലോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം മാർക്കറ്റിൽ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ട്രേഡ്സ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഈ വീക്ക് കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പം കൂടുതൽ സ്റ്റോക്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ ഡയറക്ഷനിൽ കാത്തിരിക്കുക, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലോ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഓപ്ഷൻസ് സെയിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഡൗൺ സൈഡ് സാധ്യതകളുണ്ട്. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ 23,800 എന്നുള്ള സോണ് എന്തായാലും ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറിച്ച് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫോൾ ആയിരിക്കും മാർക്കറ്റിനെ എവേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ റീറ്റെയിലേഴ്സ് ഇതുപോലെയുള്ള വലിയ ട്രാപ്പുകളിലൊന്നും പെടാതെ കുറച്ച് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് മാത്രം വരുന്ന ദിവസങ്ങൾ ട്രേഡ് ചെയ്യുക. ഇപ്പം ഞാൻ പറയും, പൂർണ്ണമായിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് പലർക്കും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ചില ട്രേഡ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്, അതിനെ ഗ്രൂപ്പിൽ ഇടാറുമുണ്ട്. അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ട്രേഡുകളെല്ലാം ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക, ഞാൻ മാക്സിമം കറക്റ്റ് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുക. ആൻഡ് അപ്പോൾ എൻ്റെ റഡാറിലുള്ള കുറച്ച് സ്റ്റോക്സ് ഉണ്ട്, കുറച്ച് സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന സ്റ്റോക്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ സ്റ്റഡി പർപ്പസിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോക്സാണ്. അത് ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. നിങ്ങളും ആ സ്റ്റോക്കുകളെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്ക് CG പവറാണ്. നമ്മൾ ഗ്രൂപ്പിൽ, പ്രൈവറ്റ് ഗ്രൂപ്പിൽ നമ്മൾ എടുത്ത ട്രേഡാണിത്, CG പവർ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് 700 റേഞ്ചിന് മുകളിൽ ഇത് ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു പൈലറ്റ് പൊസിഷൻ മാത്രമാണ് എടുത്തത്. ബട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ ശ്രമിച്ചു. ബട്ട് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ഇപ്പോഴും നിലവിൽ CG പവർ എന്ന് പറഞ്ഞ സ്റ്റോക്കിനുണ്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു കൺസോൾട്ടേഷൻ നമുക്കിവിടെ കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം,
CG പവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇത്രയും ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടും ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലാണ്. സോ ഒരു മേജർലി ഒരു അക്യുമുലേഷൻ ഇവിടെ മാർക്കറ്റിൽ നടപ്പുണ്ട്. ആൻഡ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്ത ശേഷം നമുക്ക് ഫെർദർ ഡിസിഷൻസ് എടുക്കാം. ആൻഡ് ഇത്രയും ദിവസത്തെ 2-3 ആഴ്ചത്തെ ഒരു ഡൗൺ ട്രെൻഡ് ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഉള്ളതിൽ കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്ക് CG പവർ ആണ്. ബെറ്റർ പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ഒരു 700 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി, ബട്ട് ഫെയിലിയർ ആണ്. ആൻഡ് ഈ സ്റ്റോക്ക് ഒരു സ്ട്രെങ്ത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ 640 മുകളിൽ ഈ വരുന്ന ആഴ്ചയും ട്രേഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്കിന് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. CG പവർ എന്തായാലും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് HLE ഗ്ലാസ്കോട്ടാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം 525 റേഞ്ചിലാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു മുൻപത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡൗൺ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് വന്നുകൊണ്ടിരുന്നത്, HLE ഗ്ലാസ്കോട്ട്. ആൻഡ് ഈ നല്ല ഡൗൺ ട്രെൻഡ് വന്ന ശേഷം മാർക്കറ്റ് ചെറിയൊരു ബേസ് ഉണ്ടാക്കി. ഏത് റേഞ്ചിലാണ്? ഈ ഒരു റേഞ്ചിലാണ് നല്ലൊരു ബേസ് ഉണ്ടാക്കിയത്. 200 റേഞ്ചിൽ ചെറിയൊരു ബേസ് ഉണ്ടാക്കി. ആൻഡ് മാർക്കറ്റ് അവിടെ നിന്നാണ് പിന്നെ അപ്സൈഡ് മൊമെൻറ്റം തുടങ്ങിയിട്ടുള്ളത്. ഒരു കൺസോൾട്ടേഷൻ 200 ആൻഡ് 288 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ, അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ശേഷം വീണ്ടും കൺസോൾട്ടേഷൻ, ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. മാർക്കറ്റ് വീണ്ടും ഈ ഒരു റേഞ്ചിൽ 525 റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അടുത്ത മൊമെൻറ്റിനുള്ള ഒരു കൺസോൾട്ടേഷൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. ആൻഡ് 570 എന്നൊക്കെ പറയുന്നതായിരിക്കും അടുത്തൊരു ടാർഗറ്റായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ. ആൻഡ് ഈ ഒരു സ്ട്രെങ്ത് മാർക്കറ്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 477 മുകളിൽ ഈ ഒരു റേഞ്ചിൽ 450 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്കിനൊരു ഫെർദർ അപ്പ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 450 റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് തുടരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് സ്റ്റാലിയൻ ഇന്ത്യയാണ്. ഇത് നമ്മൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ ഇറങ്ങിയ സ്റ്റോക്കാണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ഈ സ്റ്റോക്ക്. ആൻഡ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 148 റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു ഡൗൺ സൈഡ് വന്നാലും ഈ സ്റ്റോക്കിൽ എവിടെയൊക്കെ ഒരു 130 റേഞ്ച് വരെയൊക്കെ നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള റേഞ്ചാണ്. മേ ബി ഈ ഒരു 130-136 റേഞ്ചിൽ വന്നാൽ ഈ സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറിച്ച് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലാണെങ്കിലും ഒരു 158 മുകളിൽ ക്ലോസിംഗ് കിട്ടി അടുത്ത ഒരു അപ്സൈഡ് മൊമെൻറ്റോ സ്റ്റാലിയൻ ഇന്ത്യയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ കുറച്ച് വീക്സ് ആയിട്ട് സ്റ്റാലിയോൺ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫണ്ടമെൻ്റലി ഞാൻ പഠിച്ചപ്പോൾ വളരെ നല്ല കമ്പനിയായിട്ട് തോന്നി. സോ ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ആക്ഷൻ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് സ്റ്റാലിയൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക, സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് HBL എഞ്ചിനീയറിംഗ്. HBL എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാമല്ലോ, വലിയൊരു ബേസാണ് നമുക്കിവിടെ കിട്ടിയത്. മാസങ്ങൾ നിലനിൽക്കുന്ന ബേസാണ്. കഴിഞ്ഞ മെയ് തുടങ്ങി ഇപ്പോൾ ജൂലൈ വരെ നിലനിന്ന ഒരു ബേസ്, വലിയൊരു ബേസിൽ നിന്ന് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് തന്നു. ആൻഡ് സ്റ്റോക്ക് എന്താ ശ്രമിക്കുന്നതെന്ന് നോക്കിയാൽ 800 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് മാർക്കറ്റ് നടത്തിയത്. ആൻഡ് അതിൽ മാർക്കറ്റ് വിജയിക്കുകയും ചെയ്തു. ഈ വീക്ക് സ്ട്രോങ്ലി ഒരു ക്ലോസിംഗ് തന്നു. ഞാൻ വീക്ക്ലി ചാർട്ട് കാണിക്കാം നിങ്ങൾക്ക്. HBL എഞ്ചിനീയറിംഗിൻ്റെ അത്യാവശ്യം ഒരു നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അറിയാം, വീക്ക്ലിയിൽ നല്ലൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു 745 റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യുകയാണ്. ആൻഡ് ഈ സ്റ്റോക്ക് എപ്പോഴാണ് വീക്ക്നെസ് വരിക എന്ന് വെച്ചാൽ ഒരു 644 താഴെ ട്രേഡ് ചെയ്താൽ മാത്രമേ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് ഞാൻ HBL എഞ്ചിനീയറിംഗിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷൻ ആൻഡ് ദെൻ നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് 807 മുകളിൽ പുതിയ ഒരു റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് 900-970 റേഞ്ചിലേക്ക്. സോ HBL എഞ്ചിനീയറിംഗ് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് HBL എഞ്ചിനീയറിംഗ്. ആൻഡ് വീക്ക് മാർക്കറ്റാണ്, ആലോചിക്കണം, വീക്ക് മാർക്കറ്റിലും പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അടുത്ത സ്റ്റോക്ക് ഇസ്മോ ലിമിറ്റഡ് ആണ്. ഞാൻ മന്ത്ലി ഒന്ന് കാണിക്കാം. ഇസ്മോയുടെ മന്ത്ലി നോക്കുകയാണെങ്കിൽ അറിയാം, നോക്കിയേ, ഇതിൻ്റെ നല്ലൊരു ബേസ് ഏരിയ എന്ന് പറയുന്നത് 220 ആയിരുന്നു. അവിടെ നിന്നാണ് ഒരു റീടെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് നല്ല രീതിയിൽ ബയേഴ്സ് ഒരു അപ് ട്രെൻഡ് തന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. വീക്കിലി എടുത്ത് നോക്കിയാലും അറിയാം ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ, ഈ ഓരോ സ്റ്റോക്കിനും ഓരോ ഇൻറ്റൻഷൻ ഉണ്ടല്ലോ. ഈ സ്റ്റോക്കിന് ഇൻറ്റൻഷൻ അപ്സൈഡ് പോകാനാണ്. അതിന് വേണ്ടിയിട്ടാണ് 670 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 900,000 റേഞ്ചിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മോശം മാർക്കറ്റിലും ഈ സ്റ്റോക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എങ്ങനെയാണെന്ന്. അത്രയും മോശം മാർക്കറ്റിലും ഈ സ്റ്റോക്കിൽ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആൻഡ് 670 റേഞ്ചിൽ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 590 റേഞ്ചിലോട്ടൊക്കെ മേ ബി റീടെസ്റ്റ് ഉണ്ടാവാം. അതായത് ഓരോ സ്റ്റോക്ക് ഒരു റീടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഇത്രയും പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും ഓരോ സ്റ്റോക്കിലും ഏത് ഇൻസ്ട്രുമെൻ്റ് എടുത്താലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു അപ്സൈഡ് തരാനുള്ള സാധ്യതയുണ്ട്. സോ ഇസ്മോ വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീക്സിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നവയാണ്. നവയിൽ ഞാൻ 1 മന്ത് കാണിക്കുകയാണ്. 1 മന്ത് നോക്കുകയാണെങ്കിൽ അറിയാം ഈ സ്റ്റോക്ക്
ഒരു എന്താ പറയുക 670 റേഞ്ചിൽ നിന്നും താഴെ ഡൗൺ സൈഡ് വന്നു. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആകാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള അപ് ട്രെൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നു. ആൻഡ് ഒരു 400 റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുകയാണ്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഓരോ ബേസ് നല്ല രീതിയിൽ കൺസോളിഡേഷനും ഒക്കെ ചേർന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് നവ എന്ന് പറഞ്ഞ സ്റ്റോക്ക് കാണിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം നല്ലൊരു മൂവ്മെൻറ്റാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. ഒരു 710 റേഞ്ചിന് മുകളിൽ നമുക്ക് അടുത്തൊരു റാലിക്ക് ഞാൻ സാധ്യത കാണുന്നുണ്ട്. സോ നവ ലിമിറ്റഡ് നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് 1021 EMAയ്ക്ക് മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു മൊമെൻറ്റത്തിനുള്ള സാധ്യത നവ ലിമിറ്റഡ് തരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റും കൂടെ സപ്പോർട്ട് ചെയ്താൽ നവയ്ക്കും നല്ലൊരു മൊമെൻറ്റം ഈ ഒരു വീക്കോ 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കാണാം അല്ലേ. അടുത്ത സ്റ്റോക്ക് ലോറസ് ലാബ്സ് ആണ്. ലോറസ് ലാബ്സ് നമ്മൾ നോക്കാം, ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തതാണ്. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ഈ ലോറസ് ലാബ്സിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കി നല്ലൊരു ഏരിയയിൽ ഒരു ബേസിൽ നിന്നും ഈ സ്റ്റോക്ക് അപ് ട്രെൻഡ് തന്ന ശേഷം ഒരു മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പുൾ ബാക്ക് തരികയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മന്ത്ലി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കഴിഞ്ഞ വീക്ക് നോക്കാം, വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ ഇൻറ്റൻഷൻ അപ്സൈഡ് പോകാനാണ്. ആൻഡ് മാർക്കറ്റിൻ്റെ ഒരു ക്രാഷ് മൂലം, മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായ ഒരു പോസ് ആണെന്നാണ് ലോറസ് ലാബ്സിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം 1021 EMAയിലാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് റീറ്റെൽ സോൺസും തികച്ചും 800 റേഞ്ചിലേക്ക് വന്നാലും ഒരു റീടെസ്റ്റ് കഴിഞ്ഞ് സ്റ്റോക്ക് അപ്സൈഡ് പോകുമെന്നാണ് ഞാൻ ലോറസ് ലാബ്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ സ്റ്റോക്ക് ഞാൻ വരുന്ന വീക്സും പഠിക്കാനായിട്ട് തന്നെ ഉദ്ദേശിക്കുകയാണ്. ഒരു 920 റേഞ്ച് വരെയൊക്കെ ആദ്യത്തെ ഒരു ടാർഗറ്റിന് എക്സ്പെക്ട് ചെയ്താണ് ഈ സ്റ്റോക്ക് പഠിച്ചത്. നമുക്ക് നോക്കാം, ഒരു 800 to 818 റേഞ്ച് നല്ലൊരു ബയേഴ്സ് സോണായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ലോറസ് ലാബ്സ്. അടുത്ത സ്റ്റോക്ക് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ഇതും നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങിയ സ്റ്റോക്കാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു ടാർഗറ്റ്, ഞാൻ ആദ്യത്തെ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്ന 180+ റേഞ്ചാണ്. സോ ഞാൻ കുറച്ച് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പ്രോഫിറ്റ് എടുത്ത ശേഷം. ആൻഡ് മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ലൊരു സോണായിരുന്നു 160 എന്നുള്ളത്. ആ സോണ് നല്ല മനോഹരമായിട്ട് തന്നെ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. ശേഷം മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഒരു മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ പെർസൺസ് ഉണ്ടെങ്കിൽ പോലും ഒരു പ്രഷർ കൂടുന്നില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കോൺഫിഡൻസ് കുറവാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ. കാര്യം മാർക്കറ്റ് ഇടിയല്ലേ. അപ്പോൾ അതിൻ്റേതായ കോൺഫിഡൻസ് കുറവ് കാരണമാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഞാനൊരു 180 റേഞ്ച് പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാൻ ചോദിച്ചാൽ 148 താഴെ വന്നാൽ മാത്രമേ ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാനൊരു ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ലെമൺ ട്രീ ഹോട്ടൽസ്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കറക്റ്റ് റേഞ്ച് ഞാൻ പറഞ്ഞത്. 148 റേഞ്ചാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് ഞാൻ പറഞ്ഞത്. ആൻഡ് മികച്ച ഒരു പ്രൈസ് ആക്ഷൻ കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്ക് എൻ്റെ റഡാറിലുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ട അവസരമുണ്ട്, ഞാൻ ആഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഇരിക്കുന്നത്. ലെമൺ ട്രീ ഹോട്ടൽസ്. അടുത്ത സ്റ്റോക്ക് ആഫ്കോൺസ് ആണ്. ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഞാൻ മന്ത്ലി എടുത്ത് കാണിക്കാം. മന്ത്ലി എടുത്ത് കാണിക്കാനാണെങ്കിൽ ഇതൊരു IPO ബേസ് സ്റ്റോക്കിൻ്റെ എന്താ പറയുക, ഒരു സപ്പോർട്ട് ഏരിയയാണ് 390 അല്ലെങ്കിൽ 398 എന്നുള്ള റേഞ്ച്. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, 1 ഡേ ചാർട്ടിൽ നോക്കിയാൽ അറിയാം. ഇതൊരു നല്ലൊരു ബയേഴ്സിൻ്റെ സോണായിരുന്നു. ഒരു 390 to 400 റേഞ്ച് നല്ലൊരു ബയേഴ്സിൻ്റെ സോണായിരുന്നു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് തരികയാണ് ചെയ്തത്. ഇപ്പോൾ 1021 EMAയ്ക്ക് താഴെയാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു 390 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അഫ്കോൺസിൽ ഒരു ബൈങ് പ്രഷർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു എൻട്രിക്ക് സാധ്യത ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മെയിൻ ഗ്രൂപ്പിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അഫ്കോൺസിൽ. എന്തായാലും ഫസ്റ്റ് ഈ സ്റ്റോക്ക് എപ്പോഴാണ് വീക്ക് ആവണമെന്ന് ചോദിച്ചാൽ 390 താഴെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് വീക്കാണ്. പിന്നെ വീണ്ടും ഡൗൺ സൈഡ് മൊമെൻറ്റത്തിലേക്ക് സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ 390 മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ഞാൻ ട്രേഡ് ഡിസിഷൻസ് എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ആഫ്കോൺസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ടേം നോക്കുന്നതായിരിക്കും പല സ്റ്റോക്സിൻ്റെയും വളരെ നല്ലൊരു ചോയ്സ്. ഒരു മീഡിയം ടേം ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സൊക്കെ എടുത്തിട്ട് ട്രേഡ് എടുക്കുന്നതാണ് ബെറ്റർ. അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ മൊമെൻറ്റം സ്റ്റോക്സൊക്കെ ചെയ്യുവാണെങ്കിൽ ലോസിലോട്ട് പോകാനാണ് സാധ്യത. സോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തി ക്വാണ്ടിറ്റി കുറച്ച് ഒരു മീഡിയം ടേം ലക്ഷ്യത്തോടെയൊക്കെ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം മാർക്കറ്റ് നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്താക്കുന്നതായിരിക്കും. ഇപ്പം ട്രേഡിങ്ങിൽ ഇനിയുള്ള ആഴ്ചകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ US ഡോളറിൻ്റെയും ഇന്ത്യയുടെ നമ്മുടെ റുപ്പിയുടെയൊക്കെ ചാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം US ഡോളർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരു പെയിൻ, അതായത് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത.
അപ്പോൾ GDP റേറ്റ് വന്നിട്ടുണ്ട്, GDP ഗ്രോത്ത് ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് അതിന് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതൊക്കെ തിങ്കളാഴ്ച ഓപ്പണിങ്ങിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്നിരുന്നാലും നമ്മളെല്ലാവരും കെയർഫുള്ളായിട്ട് മാത്രം മുൻപോട്ട് പോവേണ്ട ഒരു സമയമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. സോ അതുവരേക്കും അത് അപ്പം എന്തെങ്കിലും അപ്ഡേറ്റോ എന്തെങ്കിലും സംശയമോ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.